നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിരീക്ഷണവും ജാഗ്രതയും പുലർത്താൻ കേന്ദ്ര നിർദ്ദേശം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ ഗ്രാന്റ് ഫിനാലെയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. തമിഴ്നാട്ടിലെ പ്രളയ സാഹചര്യത്തിൽ ഇന്നത്തെ ഏതാനും ട്രെയിനുകൾ പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 10 മണിയോടെ തുറക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് സെന്റ് ജോർജ് പാർക്കിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിരീക്ഷണവും ജാഗ്രതയും പുലർത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകി. കോവിഡിന്റെ പുതിയ വകഭേദമായ JN1 കേരളത്തിലും സ്ഥിരീകരിച്ചതോടെയാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാൻഷ് പന്ത് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് കോവിഡ് നിയന്ത്രിക്കാനും മരണസംഖ്യ കുറയ്ക്കാനും കഴിഞ്ഞതെന്ന് അദ്ദേഹം വിലയിരുത്തി. എന്നാൽ കോവിഡ് വൈറസ് ഇന്ത്യൻ കാലാവസ്ഥയോട് ഇണങ്ങിച്ചേർന്ന് കൂടുതൽ വ്യാപിക്കുന്നതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ ജില്ലാതലത്തിൽ തന്നെ രോഗനിയന്ത്രണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന ഉത്സവകാലത്ത് പൊതുജനാരോഗ്യ നടപടികൾ ഊർജ്ജിതമാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇൻഫ്ലുവൻസ ലക്ഷണങ്ങളോടെ വ്യാപിക്കുന്ന വൈറൽ പനിയും ശ്വാസസംബന്ധമായ അസുഖങ്ങളും നേരത്തെ കണ്ടെത്താനും നിയന്ത്രിക്കാനും നടപടിയെടുക്കണമെന്നും സുധാൻഷ് പന്ത് ആവശ്യപ്പെട്ടു. കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താനും കേന്ദ്രം നിർദ്ദേശം നൽകി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ ഗ്രാന്റ് ഫിനാലെയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. ഇന്നു മുതൽ ഈ മാസം 26 വരെ 40 കളിൽ നിന്നായി 50,000-ലേറെ നിർദ്ദേശങ്ങളാണ് ലഭിച്ചത്. ഇത് പ്രഥമ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണെ അപേക്ഷിച്ച് 7 മടങ്ങ് കൂടുതലാണ്. രാജ്യത്താകെ 48 നോഡൽ സെന്ററുകളിലായി നടക്കുന്ന ഗ്രാന്റ് ഫിനാലെയിൽ 12,000-ലധികം പ്രതിനിധികളും 2,500-ലേറെ മെന്റർമാരും പങ്കെടുക്കും. സദ്ഭരണ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ വാരാചരണം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാർ, സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധികൾ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ വീഡിയോ കോൺഫറൻസ് വഴി പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 31-ന് പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു. ഫിറ്റ് ഇന്ത്യ പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും മൻ കി ബാത്തിന്റെ 108ാം പതിപ്പെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ആരോഗ്യ സ്റ്റാർട്ടപ്പുകൾ, ഇന്ത്യൻ വ്യായാമ ശൈലികൾ, യുവ പങ്കാളിത്തം, പോഷകാഹാര സംബന്ധമായ പുതിയ കണ്ടെത്തലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാരമ്പര്യ ഭക്ഷണരീതികൾ അനുവർത്തിച്ചാൽ പോഷകദാരിദ്ര്യം ഒഴിവാക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി നേടിയെടുക്കാനും കഴിയുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ആന്തരിക സൌഖ്യത്തിനായി യോഗയും ധ്യാനവും പ്രയോജനപ്പെടുത്തുന്നതിന്റെ വിശേഷങ്ങൾ അറിയാൻ താൽപര്യമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. നമോ ആപ്പിലും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും ടോൾ ഫ്രീ നമ്പറിലും ഈ മാസം 29 വരെ നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുന്നതിന് രാജ്യവ്യാപകമായി നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്തും പര്യടനം തുടരുന്നു. ഇന്ന് രാവിലെയും ഉച്ചകഴിഞ്ഞും യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. ഡെസ്ക് റിപ്പോർട്ട്. കാസർകോട് ജില്ലയിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഇന്നത്തെ പര്യടനം. ഇന്നലെ കാസർകോട് മുനിസിപ്പാലിറ്റിയിലെ താളിപ്പടപ്പ് ഗ്രൌണ്ടിലും കാഞ്ഞങ്ങാട് ടൌൺഹാൾ പരിസരത്തുമായിരുന്നു പരിപാടി. കണ്ണൂരിൽ രാവിലെ ചിറക്കൽ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം മുണ്ടേരി പഞ്ചായത്തിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര എത്തിച്ചേരും. ജില്ലയിൽ 36 പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കിയ യാത്ര ഇന്നലെ അഴീക്കോട്, വളപട്ടണം പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ രാവിലെ കൂത്താളിയിലും ഉച്ചകഴിഞ്ഞ് ചങ്ങരോത്ത് പഞ്ചായത്തിലും യാത്രയുടെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിക്കും. ഇന്നലെ പേരാമ്പ്ര ബ്ലോക്കിലെ ചക്കിട്ടപ്പാറ, കായണ്ണ പഞ്ചായത്തുകളിൽ യാത്രയുടെ പര്യടനം പൂർത്തിയാക്കി. പാലക്കാട് ജില്ലയിലെ ഗ്രാമങ്ങളിലെ യാത്ര ഇന്ന് തൃക്കടീരി, പട്ടിത്തറ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിലൂടെ നടക്കുന്ന യാത്ര ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിലെ 2 പര്യടനം നടത്തും. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ബ്ലോക്കിൽ അയവന, കല്ലൂർക്കാട് പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. കൊച്ചി നഗരത്തിൽ ഇടപ്പള്ളി ഗ്രാൻഡ് മാളിന് സമീപവും ചങ്ങമ്പുഴ പാർക്കിലും ഇന്ന് യാത്രയെത്തും. കോട്ടയം ജില്ലയിൽ കടനാട്, രാമപുരം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. ഇടുക്കിയിൽ അടിമാലി ബ്ലോക്കിലെ പാറത്തോട്, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്നെത്തിച്ചേരും. പത്തനംതിട്ട ജില്ലയിൽ 25 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കിയ യാത്ര ഇന്ന് കല്ലൂപ്പാറ, മല്ലപ്പള്ളി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. തിരുവനന്തപുരത്ത് വിതുര, അരുവിക്കര ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്നലെ പര്യടനം പൂർത്തിയാക്കിയ യാത്ര ഇന്ന് ആനാട്, പാണാവൂർ പഞ്ചായത്തുകളിൽ എത്തിച്ചേരും. കേരളത്തിലെ സർവകലാശാലകളിൽ AKG സെന്ററിന്റെ ഭരണം അവസാനിപ്പിച്ചതുകൊണ്ടാണ് ഗവർണറോട് സിപിഐഎം അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സർവകലാശാലകളുടെ
നിയന്ത്രണം നഷ്ടമാകുമെന്ന ഭയമാണ് സിപിഐഎമ്മിനെന്ന് അദ്ദേഹം ആലുവയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സർവകലാശാലകൾക്ക് സ്വയംഭരണാവകാശം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്യുന്നതെന്ന് സുരേന്ദ്രൻ വിലയിരുത്തി. കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സ് ഇന്നും തുടരും. രാവിലെ കരുനാഗപ്പള്ളിയിലും ഉച്ചകഴിഞ്ഞ് ചവറ, കുണ്ടറ, ആശ്രമം എന്നിവിടങ്ങളിലുമാണ് നവകേരള സദസ്സ്. കേരള വിരുദ്ധ നിലപാടിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെന്ന് കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഫെഡറൽ സംവിധാനത്തിനെതിരായ കാഴ്ചപ്പാടാണ് അവരുടെ പ്രവൃത്തികളിൽ കണ്ടെത്താൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 10 മണിയോടെ തുറക്കും. ഷട്ടറുകൾ ഘട്ടങ്ങളായി തുറന്ന് 10,000 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ജലനിരപ്പ് 138 അടിയായപ്പോൾ തമിഴ്നാട് രണ്ടാമത്തെ മുന്നറിയിപ്പ് കേരളത്തിന് നൽകി. പെരിയാർ തീരവാസികൾക്ക് ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പെരിയാറിൽ വെള്ളം കുറവായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ പ്രളയ സാഹചര്യത്തിൽ ഇന്നത്തെ ഏതാനും ട്രെയിനുകൾ പൂർണ്ണമായും മറ്റ് ചില ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. കോയമ്പത്തൂർ നാഗർകോവിൽ പ്രതിദിന ട്രെയിനും തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി ഇന്റർസിറ്റി എക്സ്പ്രസുമാണ് പൂർണ്ണമായി റദ്ദാക്കിയത്. ഇന്നത്തെ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് തിരുച്ചിറപ്പള്ളിയിൽ യാത്ര അവസാനിപ്പിക്കും. ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാഗർകോവിൽ വരെ മാത്രമേ സർവീസ് നടത്തൂ. കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി എക്സ്പ്രസ്, നാഗർകോവിൽ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, നാഗർകോവിൽ ബംഗളൂരു മെയിൽ, പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ്, മധുര പുനലൂർ എക്സ്പ്രസ്, കന്യാകുമാരി പുനലൂർ എക്സ്പ്രസ് എന്നിവയടക്കം 16 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. കനത്ത മഴയിലും മണ്ണൊലിപ്പിലും കേടുപാട് സംഭവിച്ച പാത പുനർനിർമ്മിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. തിരുച്ചെന്തൂർ ചെന്നൈ എക്സ്പ്രസിലെ യാത്രക്കാരായിരുന്ന 800ഓളം പേരെ സമീപത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് സെന്റ് ജോർജ് പാർക്കിൽ വൈകിട്ട് 4:30-ക്ക് കളി ആരംഭിക്കും. ഞായറാഴ്ച ആദ്യ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ ആതിഥേയരായ പഞ്ചാബ് എഫ്സി ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെന്നൈയിൻ എഫ്സിയെ തോൽപ്പിച്ചു. ഇന്ന് മത്സരമില്ല. നാളെ മുംബൈ സിറ്റി എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായി ഏറ്റുമുട്ടും. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള എഫ്സി ശ്രീനിധി ഡക്കാൻ എഫ്സിയെ നേരിടും. വൈകിട്ട് 3-ന് ഹൈദരാബാദ് ഡക്കാൻ അരീനയിലാണ് മത്സരം. സംസ്ഥാന സോഫ്റ്റ് ബേസ്ബോൾ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ മലപ്പുറവും വനിതാ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി. തെരഞ്ഞെടുത്തവരെ ഉൾപ്പെടുത്തി കേരള ടീമിന്റെ കോച്ചിംഗ് ക്യാമ്പ് ശനിയാഴ്ച കോടഞ്ചേരിയിൽ ആരംഭിക്കും. കാഴ്ചാ പരിമിതരുടെ നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റ് ഗ്രൂപ്പ് സിയിൽ കേരളത്തിനും ഒഡീഷയ്ക്കും വിജയം. തൃപ്പൂണിത്തുറയിലെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ കേരളം ബീഹാറിനെ 35 റൺസിനും ഒഡീഷ ജാർഖണ്ഡിനെ 9 വിക്കറ്റിനും തകർത്തു. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സമൂഹത്തിന് ഒരേപോലെ ആപത്താണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. രണ്ടിനെയും പൂർണ്ണമായി തള്ളിക്കളയാൻ ഏത് മതവിഭാഗമായാലും സമൂഹത്തിൽ തെറ്റായ പ്രവണതകൾ കണ്ടാൽ എതിർക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച ദേശീയ ന്യൂനപക്ഷ ദിനാചരണ സംസ്ഥാനതല പരിപാടി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. കണ്ണൂർ എടക്കാട് ഒരാൾ കോവിഡ് ബാധിച്ച് മരിച്ചു. ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ രണ്ടാമത്തെ കോവിഡ് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്ന് കടമ്പൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നിലവിൽ വരുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനുവരി 1-ന് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് സംസ്ഥാനതല ചടങ്ങ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ഈ അധ്യയന വർഷത്തെ പ്രൊവിഷണൽ സ്ഥലമാറ്റ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്. പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും പരാതികളും ഈ മാസം 24 വരെ സ്വീകരിക്കും. തിരൂർ ഇരിങ്ങാവൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മതിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ മരിച്ചു. തലക്കടത്തൂർ സ്വദേശികളായ മൃദുൽ, ഇർഫാൻ കുടുക്കൽ എന്നിവരാണ് മരിച്ചത്. രാഷ്ട്രഭാഷാവേദിയുടെ 15ാമത് പ്രേംചന്ദ് പുരസ്കാരത്തിന് അർഹനായ ഹിന്ദി പണ്ഡിതനും അധ്യാപകനുമായ ഡോക്ടർ ശിവരാമൻ തണ്ടാശ്ശേരിയെ മീഞ്ചന്ത ഹിന്ദി കോളേജിൽ ആദരിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം.എസ്. മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രശ്നവും ജാഗ്രതയും പുലർത്താൻ കേന്ദ്ര നിർദ്ദേശം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ ഗ്രാന്റ് ഫിനാലെയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 10 മണിയോടെ തുറക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് സെന്റ് ജോർജ് പാർക്കിൽ.